ഹരേ. ഇതിലധികം വേറെയുണ്ടോ? ഹരിവാച്യ ശബ്ദനാഥി. ഹരിവാച്യം വെച്ചാൽ സംസാര ദുഃഖങ്ങളെ മുഴുവനും ഹരിക്കത്തക്ക വിധത്തിലുള്ള കഴിവോടുകൂടിയിട്ട് ആദ്യന്തരഹിതനായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു അദ്ദേഹത്തിനെ വിളിക്കട്ടെ. താൻ പരമഭക്തനാണല്ലോ. ഹരേ. അത് മാത്രല്ല, പിന്നെയോ, പിന്നെ ആരെ വിളിക്കുക? പത്മനാഭ പ്രസീദ. രക്ഷിക്കണേന്നല്ല, പിന്നെയോ പത്മനാഭ. പത്മം നാഭിയിലുള്ളവനെ പത്മനാഭനാണ്. അപ്പൊ പത്മം എന്ന് കേൾക്കുന്ന ആൾക്കൂട്ടല്ല, പ്രത്യേകിച്ച് മുഖ്യലേഖനുണ്ട്. തൽസ്ഥാനം പത്മനാഭൻ, തലസ്ഥാനം താമര. ഈ പറയുന്ന ആവശ്യമാണെങ്കിൽ തലസ്ഥാനം താമര. ഗന്ധാമര പൂവിൻ്റെ അകൈകൾ പോലെ മനോഹരമായി മാർദ്ദവത്തോയിട്ടുള്ള ആ താമര, ആ താമരയ്ക്ക് നടുക്ക് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. അദ്ദേഹത്തിന് ഇരിപ്പിടം തൻ്റെ നാഭീചക്രത്തിൽ നിന്ന് പുറപ്പെട്ട താമര. അതാണ് പത്മനാഭ. പത്മം നാഭിയിലുള്ളവനെ പത്മനാഭ പ്രസീദ, അങ്ങ് പ്രസാദിക്കുക.